ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓണസദ്യയിലേക്കുള്ള ഓലൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്. 1 കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. മുറിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒരു മൺപാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ചെറിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 1/2 കപ്പ് രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. ഞാനിവിടെ 1/2 കപ്പ് വൻപയർ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കുക്കറിൽ 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1/4 ഭാഗം വേവാണ് ആയിട്ടുള്ളത്. ബാക്കി നമുക്ക് ഇനി വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് മത്തനും വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും ചേർത്ത് കൊടുക്കാം. മത്തന് വലിയ വേവില്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് മത്തൻ വേകുന്ന സമയം കൊണ്ട് ഒന്നുപോലെ വെന്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മത്തങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ കുമ്പളങ്ങയും പയറും മാത്രം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഓലൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമ്മുടെ മത്തനും കുമ്പളങ്ങയും പയറും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തേങ്ങയുടെ 1/4 പാൽ 1/2 കപ്പ് അളവിൽ ഇവിടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയാണ്. അതുകൂടി ചേർത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയാണ് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ നമുക്കിവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം വളരെ ഇഷ്ടത്തോടു കൂടി ഈ കറി കഴിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.